വെൽക്കം ബാക്ക് ടു ഓൾ. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭരണഘടനയെ കുറിച്ച് പഠിച്ചു. ഭരണഘടന എന്താണെന്ന് പഠിച്ചു, ഭരണഘടനയുടെ ചുമതലകൾ എന്താണെന്ന് പഠിച്ചു, ഭരണഘടനയുടെ ആധികാരികതയെ കുറിച്ചുമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണം. എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കപ്പെട്ടത്, ആരാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത്, എന്നാണ് ഉണ്ടാക്കിയത്, ഇതിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. നമ്മുടെ വിഷയം എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കപ്പെട്ടത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്. 1946 ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. എന്നാൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്ന ഈ ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടിരുന്നു. എന്തിനു വേണ്ടി? ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടി. സ്വാതന്ത്ര്യം ഉറപ്പായപ്പോൾ ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന വേണമെന്ന് ഇവർ ലക്ഷ്യമിട്ടു. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് രൂപം നൽകി. രാജ്യത്തിന് മുഴുവനായിട്ടുള്ള ഒരു ഭരണഘടനയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയായിരിക്കണം, എങ്ങനെയുള്ളവരായിരിക്കണം, എവിടെ നിന്നുള്ളവരായിരിക്കണം എന്നതിനെ കുറിച്ച് നീണ്ട ചർച്ചകൾ നടക്കുകയാണ്. അങ്ങനെ ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരം 1946 ജൂലൈയിൽ ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു. സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരൊറ്റ രാഷ്ട്രമായിട്ടല്ല ഉണ്ടായിരുന്നത്. ഒരൊറ്റ രാഷ്ട്രമായിട്ട് ഇന്ത്യ രൂപപ്പെട്ടിരുന്നില്ല. ആ സമയത്ത് കുറെ ഭാഗങ്ങൾ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന പ്രദേശങ്ങളായിരുന്നു. എന്നാൽ കുറെ ഭാഗങ്ങൾ നാട്ടുരാജ്യങ്ങളായിരുന്നു. ഏകദേശം 565ഓളം നാട്ടുരാജ്യങ്ങൾ ആ സമയത്ത് ഇന്ത്യയിലുണ്ടായിരുന്നു. അതിനർത്ഥം ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന പോലെ ഒരൊറ്റ രാഷ്ട്രമായിട്ടല്ല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ നാട്ടുരാജ്യങ്ങളിൽ നിന്നും ഇത്ര പേർ, ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും ഇത്ര പേർ, അങ്ങനെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. അവിടുത്തെ ജനസംഖ്യ നോക്കിയിട്ട് 10 ലക്ഷം ആളുകൾക്ക് ഒരാൾ എന്ന രീതിയിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. ഓരോ പ്രവിശ്യ അല്ലെങ്കിൽ ഓരോ നാട്ടുരാജ്യങ്ങളിൽ നിന്നും 10 ലക്ഷത്തിൽ നിന്നും ഒരാൾ, 10 ലക്ഷത്തിന് ഒരു പ്രതിനിധി എന്ന രീതിയിലായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതുപോലെ മുസ്ലിങ്ങൾ, സിഖുകാർ, പൊതുവിഭാഗം എന്നിങ്ങനെ 3 പ്രധാനപ്പെട്ട വിഭാഗങ്ങൾക്ക് അവരുടെ ജനസംഖ്യക്ക് അനുസരിച്ചും പ്രതിനിധികളെ അനുവദിച്ചു. അവരുടെ ഓരോ വിഭാഗത്തിന്റെയും ജനസംഖ്യ നോക്കിയിട്ട് ആ ജനസംഖ്യക്ക് അനുസരിച്ചും എന്ത് ചെയ്തു? അംഗങ്ങളെ അനുവദിച്ചു. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും ഉൾക്കൊള്ളാൻ ഈ ഭരണഘടനാ നിർമ്മാണ സമിതി ശ്രദ്ധിച്ചിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന്, അതായത് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന പ്രദേശങ്ങളിൽ നിന്ന് 292 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതേപോലെ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ പ്രദേശത്തെയും ജനസംഖ്യക്ക് അനുസരിച്ച് ആളുകളെ ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് തെരഞ്ഞെടുത്തു. ഒപ്പം മുസ്ലിങ്ങൾ, സിഖുകാർ, മറ്റു പൊതുവിഭാഗം എന്നിങ്ങനെ 3 വിഭാഗങ്ങളാക്കിയിട്ട് അവർക്കും പ്രത്യേക സീറ്റുകൾ അനുവദിച്ചു. അപ്പോൾ ഓരോ പ്രദേശങ്ങളിൽ നിന്നുള്ള അംഗങ്ങളെ ഉൾപ്പെടുത്തി ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന പ്രദേശങ്ങളിൽ നിന്ന് 292 അംഗങ്ങൾ, അതുപോലെ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93 അംഗങ്ങൾ എന്നുള്ള രീതിയിലാണ് ഇതിലേക്ക് അംഗത്വം ലഭിച്ചത്. ആകെ 385 അംഗങ്ങളെയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുത്തത്. അപ്പോ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമായി 385 ആളുകളെയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് തെരഞ്ഞെടുത്തിരുന്നത്. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഉറപ്പായപ്പോൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാൻ എന്ന രാജ്യം വിഭജിക്കപ്പെട്ടു. നിങ്ങളുടെ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനെ വിഭജിച്ചപ്പോൾ കുറെ പ്രദേശം ഇന്ത്യയിൽ നിന്ന് നഷ്ടമായി. ആ പ്രദേശം ഇന്ത്യയിൽ നിന്ന് നഷ്ടമായതോടുകൂടി ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഈ പ്രദേശത്ത് നിന്നുള്ള അംഗങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ അംഗത്വവും നഷ്ടമായി. അങ്ങനെ 385 അംഗങ്ങൾ എന്നുള്ളതിൽ നിന്നും 299 ആയിട്ട് കുറഞ്ഞു.
അതായത് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നുള്ള അംഗങ്ങളെ ഒഴിവാക്കിയപ്പോൾ ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗസംഖ്യ എന്ന് പറയുന്നത് 299 ആയി. ഭരണഘടനാ നിർമ്മാണ സമിതി അതിന്റെ ആദ്യ മീറ്റിംഗ് നടത്തിയത് 1946 ഡിസംബർ 9-നാണ്. ആ സമയത്ത് 385 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുൾപ്പെട്ട ഈ ഒരു അംഗങ്ങൾ കൂടി ചേർന്ന് മീറ്റിംഗ് നടത്തുന്നു. ഡൽഹിയിൽ വെച്ചാണ് ഇതിന്റെ ആദ്യ സമ്മേളനം നടന്നത്. ഈ സമ്മേളനത്തിൽ താൽക്കാലികമായി ഈ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നു. സച്ചിദാനന്ദൻ സിൻഹയെയാണ് ഈ താൽക്കാലിക പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തത്. എന്നാൽ ഡിസംബർ 11-ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുത്തു. അപ്പോൾ താൽക്കാലികമായിട്ട് സച്ചിദാനന്ദൻ സിൻഹയെ തെരഞ്ഞെടുത്തു. പിന്നീട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രസിഡന്റ് ആയത്. ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഏകദേശം 10ഓളം കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. 10ഓളം കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ ചുമതലയും ഓരോ കമ്മിറ്റിക്ക് കൊടുത്തിട്ട് അങ്ങനെ 10ഓളം കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഈ കമ്മിറ്റികൾ പല തവണകളിലായി മീറ്റിംഗ് നടത്തുന്നു, പലപ്പോഴായി പല സമയങ്ങളിലായി സമ്മേളിക്കുന്നു, ചർച്ചകൾ നടത്തുന്നു. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്നവരായിരുന്നു ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഓരോ കമ്മിറ്റിയും അവയുടെ ചുമതലകൾ കൃത്യമായി നിർവഹിക്കുന്നു. അതിലെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റി ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഈ ഭരണഘടനയുടെ ഒരു അന്തിമ രൂപം തയ്യാറാക്കിയത്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. നിങ്ങൾ ഡോക്ടർ BR അംബേദ്കറെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഡോക്ടർ BR അംബേദ്കറെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് വിളിക്കപ്പെടുന്നത്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കുറെ ആളുകളുടെയെങ്കിലും ധാരണയുണ്ടാവും ഈ അംബേദ്കർ ആണ് ഭരണഘടന നിർമ്മിച്ചത് എന്ന്. ഭരണഘടന നിർമ്മിച്ചത് ഡോക്ടർ BR അംബേദ്കർ മാത്രമല്ല, ഭരണഘടനാ നിർമ്മാണ സമിതിയാണ്. ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഒരു കമ്മിറ്റി ആയിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഭരണഘടനയുടെ ഒരു അന്തിമ രൂപം തയ്യാറാക്കിയത്. അതുകൊണ്ടാണ് ഭരണഘടനയുടെ ശില്പി എന്ന് അദ്ദേഹം അറിയപ്പെട്ടത്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പോലെ ഓരോ കമ്മിറ്റികൾക്കും ഓരോ ചെയർമാൻമാരുണ്ടായിരുന്നു. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അപ്പൊ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഭരണഘടനയുടെ ഒരു അന്തിമ രൂപം തയ്യാറായി. 1949 നവംബർ 26-ന് ഈ അന്തിമ രൂപത്തിൽ ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഒപ്പുവെക്കുന്നു. ആദ്യം 385 അംഗങ്ങൾ ഉണ്ടായിരുന്നതിൽ നിന്നും 299 ആയി കുറഞ്ഞു അല്ലെ, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. പാകിസ്ഥാന്റെ വിഭജന ശേഷം 299 അംഗങ്ങളായി കുറഞ്ഞു. ഇതിൽ 284 അംഗങ്ങളാണ് ഭരണഘടനയിൽ ഒപ്പുവെച്ചത്. ഭരണഘടന അംഗീകരിച്ചതായി ഒപ്പുവെച്ചത് 284 അംഗങ്ങളാണ്. എന്നാണ് ഭരണഘടനയിൽ ഒപ്പുവെക്കപ്പെട്ടത്? 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടന ഒപ്പുവെക്കപ്പെട്ടത്. ആ ഡേറ്റ് കൃത്യമായിട്ട് എല്ലാവരും ഓർത്തു വെക്കണം എന്നത്. അപ്പോൾ ഭരണഘടന തയ്യാറാക്കി അതിൽ ഒപ്പുവെച്ചത് 1949 നവംബർ 26-നാണ്. 1950 ജനുവരി 26-നാണ് ഭരണഘടന നിലവിൽ വന്നത്. ഈ ദിവസമാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. 2 വർഷവും 11 മാസവും 16 ദിവസവും എടുത്തിട്ടാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയും സമയമെടുത്ത് ഒരുപാട് ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഒക്കെ ശേഷം 2 വർഷവും 11 മാസവും 16 ദിവസവും എടുത്തിട്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിട്ടുള്ളത്. ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് 12 ഭാഗങ്ങളും 395 ആർട്ടിക്കിളുകളും 8 ഷെഡ്യൂളുകളുമാണ് അതിലുണ്ടായിരുന്നത്. ഭരണഘടനയിലെ വകുപ്പുകൾ അറിയപ്പെടുന്ന പേരാണ് ആർട്ടിക്കിൾ എന്ന്. ആർട്ടിക്കിൾ എന്ന പേരിലാണ് ഭരണഘടനയിലെ വകുപ്പുകൾ അറിയപ്പെടാറുള്ളത്. 12 ഭാഗങ്ങൾ, 395 ആർട്ടിക്കിൾ അല്ലെങ്കിൽ വകുപ്പുകൾ, 8 ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ പട്ടികകൾ. ഇത്രയും അടങ്ങുന്നതായിരുന്നു ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത്. പലപ്പോഴായി പല മാറ്റങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഫലമായി നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 470ഓളം ആർട്ടിക്കിളുകളാണ് ഉള്ളത്. 470ഓളം ആർട്ടിക്കിളുകളുണ്ട്, 25 ഭാഗങ്ങളുണ്ട്, 12 ഷെഡ്യൂളുകൾ, 12 പട്ടികകളുമാണ് ഇന്ന് ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളത്. 104 തവണ ഇന്ത്യൻ ഭരണഘടന മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഈ മാറ്റങ്ങളെ ഭേദഗതി എന്നാണ് അറിയപ്പെടുന്നത്.
ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന 104 തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. 2020 ജനുവരിയിലാണ് അവസാനമായി ഭേദഗതി വരുത്തിയത്. അപ്പോൾ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയായി ഇന്ത്യൻ ഭരണഘടന അറിയപ്പെടുന്നു. മാത്രമല്ല ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന ഒരു ഭരണഘടനയായിട്ടും ഇന്ത്യൻ ഭരണഘടന അറിയപ്പെടുന്നു. എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഇത്രയും ആധികാരികത ലഭിച്ചത്? എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ഇന്നും അതിന്റെ പ്രാധാന്യത്തോടു കൂടി നിലനിൽക്കുന്നത്? ദ ഫീച്ചേഴ്സ് ഓഫ് ദി അതോറിറ്റി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആധികാരികത ഉറപ്പുവരുത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതായിട്ടാണ് പറയുന്നത് റെപ്രസെന്റേഷൻ. ഒന്നാമത്തേത് റെപ്രസെന്റേഷൻ, പ്രാതിനിധ്യ സ്വഭാവം. നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത്, ആരാണ് ഭരണഘടന നിർമ്മിച്ചത് എന്നൊക്കെ അല്ലെ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത് ഭരണഘടനാ നിർമ്മാണ സമിതിയാണ്. ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല, പക്ഷേ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളാൻ ഈ ഭരണഘടനാ നിർമ്മാണ സമിതി ശ്രദ്ധിച്ചിരുന്നു. എല്ലാ വിഭാഗത്തിൽ നിന്നും എല്ലാ പ്രദേശങ്ങളിൽ നിന്നും അംഗങ്ങളെ ഉൾക്കൊള്ളാൻ ഭരണഘടനാ നിർമ്മാണ സമിതി ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ശരിയായ പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു അംഗങ്ങളാണ് അല്ലെങ്കിൽ ശരിയായ പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു സമിതിയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും അതിൽ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. പട്ടികജാതിയിൽ നിന്ന് 26 അംഗങ്ങൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയിലെ വൈവിധ്യങ്ങൾ, എല്ലാ തരത്തിൽപ്പെട്ട ആളുകളുടെയും പ്രതിനിധികളെ ഉൾക്കൊള്ളാൻ ഈ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭരണഘടനയ്ക്ക് ഇത്രയും വലിയ ആധികാരികത ലഭിച്ചത്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഈ ഒരു വൈവിധ്യം, ഈ ഒരു പ്രാതിനിധ്യ സ്വഭാവമാണ് ഭരണഘടനയ്ക്ക് ഇത്രയും വലിയ ആധികാരികത ഉറപ്പുവരുത്തിയ ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തേതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡെലിബറേഷൻ, വിചിന്തന തത്വം. പ്രിൻസിപ്പിൾ ഓഫ് ഡെലിബറേഷൻ അഥവാ വിചിന്തന തത്വം. അതായത് ഭരണഘടനാ നിർമ്മാണ സമിതി ഏതൊരു കാര്യം തീരുമാനിക്കുമ്പോഴും ഭരണഘടനയിൽ ഉൾപ്പെടുത്തേണ്ട ഏതൊരു വിഷയത്തെ കുറിച്ചും വ്യക്തമായി ചർച്ചകൾ നടത്തിയിട്ടാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിരവധി ചർച്ചകളും വാദപ്രതിവാദങ്ങളും ഇതിന്റെ ഭാഗമായിട്ടുണ്ടായി. ചർച്ചകൾക്കും തർക്കങ്ങൾക്കും ഒക്കെ ഒടുവിൽ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട കാര്യങ്ങളാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ ആധികാരികത വളരെ വിശ്വാസ്യതയോട് കൂടി തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേത് റെപ്രസെന്റേഷൻ, ശരിയായ പ്രാതിനിധ്യ സ്വഭാവം ഉണ്ടായിരുന്നു. രണ്ടാമത്തേത് പ്രിൻസിപ്പിൾ ഓഫ് ഡെലിബറേഷൻ, വിചിന്തന തത്വം. മൂന്നാമത്തേത് നോക്കുക, പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങൾ. ഭരണഘടന ഉണ്ടാക്കിയ നടപടിക്രമങ്ങളാണ് മൂന്നാമത്തെ ഘടകം. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ 10ഓളം കമ്മിറ്റികൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. റൂൾസ് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി, അഡ്വൈസറി കമ്മിറ്റി, ഡ്രാഫ്റ്റ് കമ്മിറ്റി, ഇങ്ങനെ നിരവധി കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഇതിൽ 8ഓളം കമ്മിറ്റികളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഈ കമ്മിറ്റികൾക്കെല്ലാം ഓരോ പ്രസിഡന്റുമാരും ഉണ്ടായിരുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്, അങ്ങനെ ജനങ്ങൾ, എല്ലാ വിഭാഗം ജനങ്ങളും അംഗീകരിക്കുന്ന ആളുകളായിരുന്നു ഈ കമ്മിറ്റിയുടെ ഒക്കെ ചെയർമാൻ. അതുകൊണ്ട് തന്നെ ഓരോ കമ്മിറ്റിയും അവരുടെ കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്യുകയും അതിന്റെ ആ ഒരു ഗുണം നമ്മുടെ ഭരണഘടനയ്ക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഈ ഓരോ വിഭാഗവും അവരുടെ കാര്യങ്ങളും ഈ ഓരോ കമ്മിറ്റിയും അവരുടെ കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്തു. അവർ അത് ക്രോഡീകരിച്ചു. അവസാനം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതിന്റെ ഒരു കരട് രൂപം അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കി. ആ ഡ്രാഫ്റ്റ്, ആ ഒരു അന്തിമ രൂപത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ 284 ആളുകൾ ഒപ്പുവെച്ചത്. ഇനി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യ പ്രമേയം. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1946 ഡിസംബർ 9 ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ മീറ്റിംഗ്, ആദ്യത്തെ സമ്മേളനം നടന്നതെന്ന് പറഞ്ഞില്ലേ. ഈ ആദ്യത്തെ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ആണ് ഈ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഈ ഭരണഘടനയുടെ നിർമ്മാണം കൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രമേയമാണ് ലക്ഷ്യപ്രമേയം. ജവഹർലാൽ നെഹ്റു ആണ് ഈ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. എന്തിനാണ് ഇന്ത്യക്കൊരു ഭരണഘടന, എന്തൊക്കെയാണ് ഭരണഘടനയിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ ഒരു പ്രമേയം.
ലക്ഷ്യപ്രമേയത്തിൽ നിരവധി കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഒന്നാമത്തേതാണ് ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആണ്. ഭരണഘടന നിർമ്മിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമായിരുന്നു ഇന്ത്യയെ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആക്കി മാറ്റുക എന്നുള്ളത്. ഏകദേശം 200ഓളം വർഷം ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ കഴിഞ്ഞ രാജ്യമാണ് ഇന്ത്യ. അവരുടെ അടിമത്തത്തിൽ നിന്ന്, അവരുടെ ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ആ സ്വാതന്ത്ര്യം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ആ സ്വാതന്ത്ര്യം അടിയറവ് പറയാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, പരമാധികാരം എന്നിവ കാത്തു സൂക്ഷിക്കുന്ന ഒന്നായിരിക്കും ഇന്ത്യൻ ഭരണഘടന. അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. ലക്ഷ്യപ്രമേയത്തിലെ ഒന്നാമത്തെ ഇനം എന്ന് പറയുന്നത് ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആണ്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഭരണഘടന ഉണ്ടാവും അല്ലെ? അപ്പൊ അതിനല്ലേ ലക്ഷ്യമിടുന്നത്. അപ്പൊ സ്വന്തമായ ഒരു ഭരണഘടന ഉണ്ടാക്കുമ്പോൾ അത് എന്ത് ലക്ഷ്യമിട്ടാണ്? ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആവും. അതാണ് ഒന്നാമത്തെ ഇനം ലക്ഷ്യം. രണ്ടാമത്തേത് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, നാട്ടുരാജ്യങ്ങൾ, ഇന്ത്യയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന മറ്റു പ്രദേശങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു യൂണിയൻ ആയിരിക്കും ഇന്ത്യ. ഇന്ത്യ will be a union of British Indian provinces, princely states and other territories who wanted to be a part of India. അപ്പൊ ഇന്ത്യയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന മറ്റു പ്രദേശങ്ങൾ, ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന പ്രദേശങ്ങൾ, നാട്ടുരാജ്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു യൂണിയൻ ആയിരിക്കും ഇന്ത്യ. അല്ലെ? നേരത്തെ ഞാൻ പറഞ്ഞു ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന പ്രദേശങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്നതായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ, സ്വന്തമായ ഒരു ഭരണഘടന ഉണ്ടാകുമ്പോൾ ഇന്ത്യയെ എങ്ങനെയാക്കി മാറ്റുമെന്നാണ് ഭരണഘടന ഈ ലക്ഷ്യപ്രമേയത്തിലൂടെ വ്യക്തമാക്കിയത്. യെസ്, ഇന്ത്യ ഒരു യൂണിയൻ ആയിരിക്കും. ഒരു യൂണിയൻ, ഒരു ഏകീകൃത രൂപം ഇന്ത്യക്കുണ്ടായിരിക്കും. അതിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന പ്രദേശങ്ങളെയും ഉൾക്കൊള്ളിക്കും, നാട്ടുരാജ്യങ്ങളെയും ഉൾക്കൊള്ളിക്കും. അല്ലെ? ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു യൂണിയനാണ്. ഇന്ന് നാട്ടുരാജാക്കന്മാരുണ്ടോ? ഇല്ല. നാട്ടുരാജ്യങ്ങളും നാട്ടുരാജാക്കന്മാരും ഇല്ല. ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന പ്രദേശങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു യൂണിയനാക്കി ഇന്ത്യയെ മാറ്റിയില്ലേ? അപ്പോ ഇതായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യപ്രമേയത്തിലെ രണ്ടാമത്തെ ഇനം. ലക്ഷ്യപ്രമേയത്തിലെ അടുത്ത വശം എന്ന് പറയുന്നത് സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെയും ഭരണഘടനയുടെയും എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കും. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെയും ഭരണഘടനയുടെയും അധികാരം ജനങ്ങളിൽ നിന്നായിരിക്കും. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായിരിക്കും. ജനങ്ങളായിരിക്കും അവിടെ പരമാധികാരികൾ. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ നീതി ഉറപ്പാക്കും എന്നതായിരുന്നു മറ്റൊരു ലക്ഷ്യം. അതുപോലെ ന്യൂനപക്ഷങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ, ഗോത്രവർഗക്കാർ ഇങ്ങനെയുള്ള ഇന്ത്യയിൽ അവഗണിക്കപ്പെട്ട ആളുകൾക്ക് പ്രത്യേക പരിഗണനയും ഭരണഘടന നൽകുമെന്നും ലക്ഷ്യമിട്ടിരുന്നു. അല്ലെ? ഇന്ന് നമ്മൾ ഭരണഘടനയിൽ പ്രത്യേക സംവരണങ്ങളൊക്കെ ഇല്ലേ? അപ്പൊ അതെല്ലാം ആദ്യമേ ലക്ഷ്യമിട്ട കാര്യങ്ങളാണ്. ഇപ്പൊ ലക്ഷ്യപ്രമേയത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഇനമായിരുന്നു ന്യൂനപക്ഷങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ, അധസ്ഥിതർ, ഗോത്ര വിഭാഗങ്ങൾ മുതലായവർക്ക് പ്രത്യേക സംരക്ഷണം നൽകും. മറ്റൊരു ലക്ഷ്യമായിരുന്നു രാജ്യത്തിന്റെ അഖണ്ഡതയും ഭൂമി, കടൽ, വായു എന്നിങ്ങനെ 3 രീതിയിലുള്ള പരമാധികാരവും നിലനിർത്തും. അതായത് ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന് 3 രീതിയിൽ അതിർത്തികളുണ്ട്. കരഭാഗത്ത് അതിർത്തിയുണ്ട്, കടൽ ഭാഗത്തും അതിർത്തിയുണ്ട്, വ്യോമമാർഗത്തും അതിർത്തിയുണ്ട്. വ്യോമമാർഗം എന്ന് പറഞ്ഞാൽ ആകാശമാർഗത്തിലും അതിർത്തിയുണ്ട്. അപ്പോ ഓരോ രാജ്യത്തിന്റെയും അതിർത്തി എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഇന്ത്യയുടെ കരയായാലും കടലായാലും ആകാശമായാലും ഈ 3 രീതിയിലുള്ള പരമാധികാരവും സംരക്ഷിക്കും. രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത അത് നിലനിർത്തുകയും ചെയ്യും എന്നതാണ് ഭരണഘടനയുടെ മറ്റൊരു ലക്ഷ്യം. പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യമായിരുന്നു ലോക സമാധാനവും മാനവരാശിയുടെ ക്ഷേമവും നിലനിർത്തുന്നതിന് രാജ്യം ആവശ്യമായ സംഭാവനകൾ നൽകും. അപ്പൊ ഇന്ത്യയുടെ ഭരണഘടനയുടെ നിർമ്മാണത്തിന്റെ ആ ഒരു ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരം ലക്ഷ്യങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സമിതിക്കുണ്ടായിരുന്നത്. ലക്ഷ്യപ്രമേയം എന്ന രീതിയിൽ ജവഹർലാൽ നെഹ്റുവാണ് ഇത് അവതരിപ്പിച്ചത്. അപ്പൊ ഇതാണ് ലക്ഷ്യപ്രമേയത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തെ കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടന
ആരാണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞു അല്ലെ. ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്. ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ഭരണഘടന എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് ലക്ഷ്യപ്രമേയത്തിലൂടെ വ്യക്തമാക്കി. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് മുമ്പ് നിലവിലുള്ള മറ്റു രാഷ്ട്രങ്ങളുടെ ഭരണഘടനയെ കുറിച്ച് വിശദമായി പഠിക്കുന്നു. അങ്ങനെ വിശദമായി പഠിച്ച് അതിൽ നിന്നും ഇന്ത്യക്ക് അനുയോജ്യമായ കുറെ വ്യവസ്ഥകൾ കടമായി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്തതായി പഠിക്കാൻ പോകുന്നത് ഇത്തരത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിന് കടമെടുത്ത ആശയങ്ങളെ കുറിച്ചാണ്. ദ ബോറോഡ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ദി ബോറോഡ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ദി ബോറോഡ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ. സ്ഥിരമായി എക്സാമിന് മാച്ച് ചെയ്യാനും പല രീതിയിലായിട്ട് ചോദിക്കുന്ന ഭാഗമാണ്. എല്ലാവരും വളരെ വൃത്തിയായി വ്യക്തമായിട്ട് പഠിക്കേണ്ട ഭാഗമാണിത്. അപ്പൊ നമുക്ക് നമ്മുടെ എന്താണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ എന്ന് നോക്കാം. നിരവധി രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന ആശയങ്ങൾ കടമെടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണഘടന. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പാസ് ദി പോസ്റ്റ് സിസ്റ്റം, FPTP. ഫസ്റ്റ് പാസ് ദി പോസ്റ്റ് സിസ്റ്റം, കേവല ഭൂരിപക്ഷ സമ്പ്രദായം. അതാണ് FPTP അല്ലെങ്കിൽ ഫസ്റ്റ് പാസ് ദി പോസ്റ്റ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേവല ഭൂരിപക്ഷ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരാൾ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതായി പ്രഖ്യാപിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഭൂരിപക്ഷം നോക്കിയിട്ടാണ് അല്ലെ. ഭൂരിപക്ഷം വോട്ടുകൾ ലഭിക്കുന്ന സ്ഥാനാർത്ഥിയാണ് വിജയിക്കുന്നത്. ഈ സമ്പ്രദായം നമ്മൾ കടമായി എടുത്തത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. അപ്പോ ഒന്നാമത്തത് ഫസ്റ്റ് പാസ് ദി പോസ്റ്റ് സിസ്റ്റം അഥവാ കേവല ഭൂരിപക്ഷ സമ്പ്രദായം. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് ഈ ആശയം കടമെടുത്തത്. രണ്ടാമത്തേതാണ് പാർലമെന്ററി ഭരണ സമ്പ്രദായം. നമുക്കറിയാം ഇന്ത്യ ഭരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രം എന്ന് പറയുന്നത് പാർലമെന്റ് ആണ് അല്ലെ. പാർലമെന്ററി ഭരണ സമ്പ്രദായം എന്ന് പറയുന്ന ആശയം നമുക്ക് കിട്ടിയതും ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. റൂൾ ഓഫ് ലോ. റൂൾ ഓഫ് ലോ അഥവാ നിയമവാഴ്ച. എല്ലാവർക്കും ഒരേപോലെയുള്ള നിയമം എന്ന് പറയുന്ന ഈ ഒരു നിയമവാഴ്ച അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ആശയം കിട്ടിയതും ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. സ്പീക്കർ പദവിയും അദ്ദേഹത്തിന്റെ ചുമതലകളും എന്ന ആശയം കിട്ടിയതും ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. ദ പൊസിഷൻ ഓഫ് സ്പീക്കർ. ലോ മേക്കിംഗ് പ്രൊസീജിയേഴ്സ്. നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ. ഇന്ത്യയിൽ നിയമങ്ങൾ നിർമ്മിക്കുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ഈ നടപടിക്രമങ്ങളും നമ്മൾ കടമായി എടുത്തത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ ഒരിക്കൽ കൂടി പറയാം. ഫസ്റ്റ് പാസ് ദി പോസ്റ്റ് സിസ്റ്റം, പാർലമെന്ററി ഭരണ സമ്പ്രദായം, റൂൾ ഓഫ് ലോ, സ്പീക്കർ പദവിയും ചുമതലകളും, നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ. അടുത്തതായി അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ആമുഖം, പ്രിയാമ്പിൾ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖമുണ്ട്, ഒരു പ്രിയാമ്പിൾ ഉണ്ട്. ഈ ആശയം നമുക്ക് കിട്ടിയത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയാണ് മൗലികാവകാശങ്ങൾ. ഈ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ആശയം നമുക്ക് ലഭിച്ചതും അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യവും പുനരവലോകനത്തിനുള്ള അധികാരവും. ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ആൻഡ് ജുഡീഷ്യൽ റിവ്യൂ. ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യവും പുനരവലോകനത്തിനുള്ള അധികാരവും എന്ന പ്രൊവിഷനും നമുക്ക് ലഭിച്ചത് എവിടെ നിന്നാണ്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ പ്രധാനമായും 3 എണ്ണമാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലികാവകാശങ്ങൾ, ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യവും പുനരവലോകനത്തിനുള്ള അധികാരവും. ഇനി കനേഡിയൻ ഭരണഘടന. കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് നമ്മൾ കടമെടുത്ത ആശയമാണ് ദ ക്വാസി ഫെഡറലിസം. ഗവൺമെന്റിന്റെ അർദ്ധ ഫെഡറലിസം എന്ന് പറയുന്ന ആശയം നമുക്ക് ലഭിച്ചത് കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ്. നമ്മൾ ഫെഡറലിസവും അർദ്ധ ഫെഡറലിസവും ഒക്കെ മറ്റു ചാപ്റ്ററുകളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് പേര് അറിഞ്ഞു വെക്കുക. കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് അർദ്ധ ഫെഡറലിസം അല്ലെങ്കിൽ ക്വാസി ഫെഡറലിസം എന്ന ആശയം നമ്മൾ കടമായി എടുത്തത്. അതുപോലെ അവശിഷ്ട അധികാരങ്ങൾ അല്ലെങ്കിൽ റെസിജ്വൽ പവേഴ്സ് എന്ന് പറയുന്ന ആശയവും നമ്മൾ കടമായി എടുത്തത് കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ്.
ഐറിഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ആശയമാണ് നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതുപോലെ രാഷ്ട്ര തലവൻ അല്ലെങ്കിൽ പ്രസിഡന്റ് എന്ന പദവിയുടെ ആ ഒരു വ്യവസ്ഥയും നമുക്ക് കിട്ടിയത് അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നാണ്. ഫ്രഞ്ച് ഭരണഘടനയിൽ നമ്മൾ കടമെടുത്ത ആശയമാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയം. ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രാറ്റേണിറ്റി എന്ന് പറയുന്ന ആശയം നമുക്ക് കിട്ടിയത് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ്. അതുപോലെ റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം കിട്ടിയതും ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ്. ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആശയം കടമെടുത്തത്. ജർമ്മനിയുടെ ഭരണഘടനയിൽ നിന്ന് അടിയന്തരാവസ്ഥാ വ്യവസ്ഥ എന്ന ആശയം നമുക്ക് കിട്ടി. സൗത്ത് ആഫ്രിക്കയുടെ ഭരണഘടനയിൽ നിന്ന് അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ആശയം നമ്മൾ കടമായി എടുത്തത്. USSRന്റെ അല്ലെങ്കിൽ റഷ്യൻ ഭരണഘടനയിൽ നിന്നാണ് മൗലിക ചുമതലകൾ എന്ന് പറയുന്ന ആശയവും നമ്മൾ കടമായി എടുത്തത്. അപ്പോ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിൽ നമ്മൾ മറ്റു രാഷ്ട്രങ്ങളുടെ ഭരണഘടനയെ കുറിച്ച് പഠിച്ചു. അതിൽ നമ്മുടെ രാജ്യത്തിന് അനുയോജ്യമായ പല ആശയങ്ങളും കടമെടുത്തു. പ്രധാനമായും കടമെടുത്ത ആശയങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പോ ഇതോടുകൂടി നമ്മുടെ ഈ ഒന്നാമത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ പ്രധാനമായും പഠിക്കേണ്ട 2 ചോദ്യങ്ങളുണ്ട്. 2 ചോദ്യം മാത്രം പഠിച്ചാൽ പോരാ, അതല്ല പറഞ്ഞത്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി പഠിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ഭരണഘടനയുടെ ചുമതലകൾ, ദ ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ലേ, അതും അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭരണഘടന കടമെടുത്ത ആശയം എന്ന് പറയുന്ന ഈ ഒരു ഭാഗവും. അപ്പോൾ എല്ലാവരും ഇത് വളരെ നല്ല രീതിയിൽ പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 2 ചോദ്യങ്ങളാണ്. ബാക്കി ചോദ്യങ്ങൾ പഠിക്കേണ്ട എന്നല്ല, ബാക്കി ചോദ്യങ്ങളും നന്നായി പഠിക്കണം. പക്ഷെ ഈ ഒരു 2 ചോദ്യങ്ങൾ പഠിക്കാതെ ഒരാളും വിട്ടു പോകരുത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.